പ്യാരെ ബച്ചോ ആദാബ്. ഏവർക്കും മീട്ടി ഉറുദുവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജൂലൈ 31 ഉറുദുവിലെ രണ്ട് പ്രമുഖ വ്യക്തികളെ ഓർക്കുന്ന ദിവസമാണിന്ന്. 1880 ജൂലൈ 31 ഉറുദുവിലെ സാഹിത്യകാരനും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിട്ടുള്ള മുൻഷി പ്രേംചന്ദിന്റെ ജന്മദിനമാണ്. 100 വർഷങ്ങൾക്ക് ഇപ്പുറം 1980 ഇതുപോലൊരു ജൂലൈ 31 ഉറുദുവിലെ ഗസൽ സാമ്രാട്ട്, ഗസൽ ഗിലോഗാർ മുഹമ്മദ് റഫി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉറുദു ഗസൽ ഗിലോഗാറായിട്ടുള്ള മുഹമ്മദ് റഫിയുടെയും ഉറുദുവിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരനായിട്ടുള്ള പ്രേംചന്ദിന്റെയും ഓർമ്മകളിലൂടെ നമുക്ക് മീട്ടി ഉറുദുവിലെ 10 പദങ്ങൾ പഠിക്കാം. 1. അഫ്സാന. അഫ്സാന മീൻസ് ഷോർട്ട് സ്റ്റോറി. അഫ്സാന എന്നതിന്റെ അർത്ഥം ഷോർട്ട് സ്റ്റോറി എന്നതാണ്. 2ാമത്തെ പദം കഹാനി. കഹാനി കഥ. 3. അദീബ്. അദീബ് സാഹിത്യകാരൻ. 4. ഷായർ കവി. ഷായർ കവി. 5ാമത്തത് ഗസൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗസൽ കവിയായിരുന്നു, ഗസൽ കവിയല്ല, ഗസൽ ഗിലോഗാർ ആയിരുന്നു മുഹമ്മദ് റഫി. ഗസൽ എന്നാൽ ഉറുദുവിലെ എക്കാലത്തെയും മക്ബൂലായിട്ടുള്ള, സ്വീകാര്യമായിട്ടുള്ള ഒരു പദ്യ വിഭാഗമാണ് ഗസല്. അടുത്തത് തറാന. തറാന എന്ന് പറഞ്ഞാൽ ഗീതം, പാട്ട് എന്നൊക്കെയാണ് അർത്ഥം. അകല ലഫ്സ് സുർ. സുർ സ്വരം. അടുത്തത് ആവാസ്. ആവാസ് ശബ്ദം. നെക്സ്റ്റ് ഫൻകാർ. ഫൻകാർ കലാകാരൻ. ഫൻകാർ കലാകാരൻ. ഓർ ലാസ്റ്റ് വൺ യാദ്ഗാർ. യാദ്ഗാർ ഓർമ്മ അല്ലെങ്കിൽ സ്മരണ എന്നിവയെല്ലാമാണ് അർത്ഥം. ഏക് അഫ്സാന ഷോർട്ട് സ്റ്റോറി, കഹാനി കഥ, അദീബ് സാഹിത്യകാരൻ, ഷായർ കവി, ഗസൽ ഖൂബ്സൂറത്ത് നസം ഉറുദുവിലെ പദ്യ വിഭാഗം, തറാന പാട്ട് സോങ്, സുർ സ്വരം, ആവാസ് ശബ്ദം, ഫൻകാർ കലാകാരൻ, യാദ്ഗാർ ഓർമ്മ സ്മരണ. ശുക്രിയ. ഖുദാ ഹഫീസ്.